ഹലോ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് കാരണം ഈ വീഡിയോ സ്പെഷ്യലി അച്ഛന് വേണ്ടിയിട്ടാണ്. തുടക്കം അച്ഛന്റെ പ്രിയപ്പെട്ട പച്ചക്കറിത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു. ഫോട്ടോ എടുത്ത് തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ ആയാലും ഒന്ന്. അതിപ്പോ ലോങ് വീഡിയോ ആയി. അറിയാതെ എന്റെ കയ്യിൽ നിന്നും താഴെ വീണ പയർ അച്ഛൻ കണ്ടുപിടിച്ചു. ഒന്നും വേസ്റ്റ് ചെയ്യരുതെന്ന് പറയുകയാണ്. എനിവേ, അച്ഛന്റെ പ്രിയപ്പെട്ട പച്ചക്കറിത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈബ്രിഡ് പയറാണ്. 3 മാസം ആയി ഇത് നട്ടിട്ട്. 50 ദിവസം കഴിഞ്ഞപ്പോൾ പൂടാൻ തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പയറുകളാണ്. എല്ലാം ഏറെക്കുറെ ഒരു 80% ജൈവ കീടനാശിനിയും ജൈവ വളവുമാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഇതേ വെച്ച് 3 മാസം കഴിഞ്ഞു. ജൈവ വളത്തിൻ്റെതായത് കൊണ്ടാണ് കൂടുതൽ വലിയ പൊട്ടിപ്പില്ല. എന്നാലും ഒരുവിധം ചാണകപ്പൊടിയും ഗോമൂത്രം പഞ്ചഗവ്യം എല്ലാം ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുവിധം നല്ല രീതിയിലുള്ള ഒരു വളർച്ച വന്നിട്ടുണ്ട്. ഇത് നാടൻ പച്ചമുളകാണ്. ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകരി പാവി ഉണ്ടാക്കിയ മുളകാണ്. അത്യാവശ്യം നല്ല എരിവും അത്യാവശ്യം വലിപ്പവും ഉള്ള മുളകാണ്. ഇത് ഇഞ്ചി, നാടൻ ഇഞ്ചിയാണ്. എല്ലാം ഏറെക്കുറെ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ജൈവ കൃഷി തന്നെയാണ്. പക്ഷേ ചിലതിലെല്ലാം ചില കേടുകൾ ഒരു ഇലപ്പുള്ളി രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതിന് ബോർഡോ മിശ്രം തളിച്ചു. അപ്പോൾ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. പാവല് കയ്പ ഹൈബ്രിഡാണ്. 3 മാസമായി നട്ട് ഏറെക്കുറെ വളർച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ കായ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഒരു തവണ മാത്രം ഒരു 2 കിലോ കായ് അറച്ചു. ആകെ 5 മൂട് പാവലാണ് നട്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാവൽ ലഭിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ തോതിലുള്ള കൃഷിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നാടൻ കുമ്പളങ്ങ ആണ്. ചെറിയ ഒരു 2 കിലോ 2.5 കിലോ വരെ തൂക്കം കിട്ടുന്ന കുമ്പളങ്ങയാണ്. ഇത് ഒരു 7 മൂട് നട്ടതാണ്. പക്ഷേ ഒരു 5 മൂടാണ് ഇപ്പോൾ തെറ്റിയിട്ട് കുത്തിയിട്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂവിട്ടുകൊണ്ടിരിക്കണുള്ളൂ. ഇത് വെച്ചിട്ട് ഏറെക്കുറെ 2 മാസം കഴിഞ്ഞു. ഇത് മഞ്ഞൾ 10 സെൻറ്റ് സ്ഥലം മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇതും നമ്മുടെ വീട്ടിലുള്ള നാടൻ മഞ്ഞൾ തന്നെയാണ്. വലിയ കുഴപ്പമില്ലാതെ ഇതിന് പിന്നെ മരുന്നടിയും മറ്റുള്ള ശുശ്രൂഷയും വേണ്ട. അത് ഈ ചാണകപ്പൊടിയും ഗോമൂത്രം കലക്കി ഒഴിക്കും. ഇതെല്ലാം നമ്മുടെ വീട്ടാവശ്യത്തിന് കഴിച്ച് ബാക്കിയാണ് പുറത്ത് കൊടുക്കുകയുള്ളൂ. ഇത് നട്ടിട്ട് ഏറെക്കുറെ 3.5 മാസം കഴിഞ്ഞു. 4 മാസമായി. ചീര ഇത് നട്ടൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം ചീര നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയുടെ ഇതായതുകൊണ്ടാണ് ചീരയിലേക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു കീടബാധ. ഇതിന് മരുന്നടിയൊന്നുമില്ല. സ്യൂഡോമോണസ് കലക്കി 1-2 തവണ ഒരാഴ്ച ഇടവിട്ട് തളിച്ചപ്പം ചെറിയ മാറ്റം വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഴക്കാലത്ത് ചീര നമ്മൾ ഈ രോഗബാധ്യത കൂടുതലാണ്. ഒരു 50 മൂട് കസ്തൂരി മഞ്ഞളാണ്. അത് വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു കസിൻ ഇതിൽ വരുമ്പം കൊണ്ടുവന്നതാണ്. അപ്പോൾ സാമ്പിളിന് ഒരു 4 തടം എടുത്തു. ഇപ്പോൾ അത് ഏറെക്കുറെ ഒരു 10-50ഓളം തടത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ ശുശ്രൂഷയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കീടനാശിനികളോ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതും ഇതേപോലെ തന്നെ വെറും ചാണകപ്പൊടി മാത്രം. പിന്നെ മണ്ണ് കൊടുത്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത വളർച്ച എത്തിയിട്ടുണ്ട്. കയ്പ വെള്ള കയ്പയ്ക്കാണ്. രാസകീടനാശിനിയൊന്നും അടിക്കാറില്ല. അത് കാരണം ഇതിൽ ഏറെക്കുറെ ഒരു 20% ഇതേപോലെ രാസകീടനാശിനി അടിക്കാത്തത് കൊണ്ട് 20% ഇതേപോലെ കേടുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പറിച്ച് നമ്മൾ ദൂരെ കളയും. ബാക്കിയുള്ളത് മാത്രമാണ് എടുക്കാറുള്ളത്. വലിയ തോതിലുള്ള കായൊന്നുമില്ലെങ്കിലും ഒരു മീഡിയം സൈസായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇത് ഒരു 4 മൂട് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. ഏറെക്കുറെ ഒരു 1 കിലോ 1/2 കിലോ അങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച.
ഇതും ഒരു 4 മൂട പിടിച്ച് കിട്ടിയുള്ളൂ. പക്ഷെ അത് കാലാവസ്ഥൻ്റെ ഇതുകൊണ്ട് കുറേ എണ്ണം ഉണങ്ങിപ്പോയി. 4 പിടിച്ച് കിട്ടി. അതിലിപ്പോൾ ഇതാ കായ് വന്നുകൊണ്ടിരിക്കണു. അത് ആ പൂവും കായൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടായ കായാണത്. ഈ കുമ്പളങ്ങ ഒരു 30 മൂട് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ വിത്താണ്. അത്യാവശ്യം ഇതാ പൂവിട്ട് ഒരു 2-3 പറിച്ചു. ഇപ്പോഴാ കണ്ണിക്ക് ഓരോ ഇല കവളിനും ഓരോ കണ്ണിക്കും വെച്ച് കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെറൈറ്റി വണ്ടയാണ് ഇത്. അമര, നാടൻ അമരയാണ്. ഇത് ഒരു തടത്തിൽ 3 മുളയായിട്ട് വന്നതാണ്. അത് പടർന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നട്ടിട്ട് ഏറെക്കുറെ ഒരു 1.5 മാസമായി. 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവായി കായ്ക്കാൻ തുടങ്ങും. ഇത് നാടൻ പൂവയാണ്. നല്ല ഗുണമുള്ള ഒരു വെറൈറ്റിയാണ്. എന്തായാലും നട്ട് ഏറെക്കുറെ 4 മാസം കഴിഞ്ഞു. 2 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ വിളവെടുപ്പ് 2-3 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിൻ്റെ സമയമായി. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനും കഴിച്ച് മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാറാണ് പതിവ്. ഇതിങ്ങനെ പാലിച്ചേമ്പാണ്. നാടൻ വെറൈറ്റി തന്നെയാണ്. ഏറെക്കുറെ ഒരു 10-100 മൂട് നട്ടിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നട്ടിട്ട് ഒരു 4 മാസമായി. ഇപ്പോൾ കിഴങ്ങ് ഇറങ്ങുന്ന സമയമാണ്. ഇനി ഇത് പിന്നെ ചാണകപ്പൊടികൾ ഇട്ടതാണ്. ഇനി കുറച്ച് കാക്കമ്പോസും ഒരു ചെറിയ തോതിൽ പൊട്ടാഷ്യം ഇട്ട് ഒരു നന്നായിട്ടൊന്ന് മണ്ണ് കനപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേര് വന്നതിൽ കിഴങ്ങിറങ്ങാനുള്ള നല്ല രീതിയിൽ കിഴങ്ങിറങ്ങുന്നതായിരിക്കും. ഇത് കുക്കുംബർ ഏറെക്കുറെ ഒരു 30 തടം വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാം പൂത്ത് തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒന്ന് കായ അറക്കുന്നത്. ഇതും ഹൈബ്രിഡ് കുക്കുംബറാണ്. നല്ലപോലെ പൂത്തിട്ടുണ്ട്. ഒരു 15 ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്ക് ഇതിൻ്റെ വിളവെടുപ്പിനുള്ള കുക്കുംബറുകൾ ആയി തുടങ്ങുകയുള്ളൂ. പിന്നെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർച്ച വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ജൈവ വളവും ഇത് മാത്രം തന്നെയാണ് ചെയ്യുന്നത്. സ്യൂഡോമോണാസ് മറ്റിങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് മാത്രമാണ് വേപ്പണ പോലെ കഷായത്തിനൊക്കെയാണ് ചെയ്യാറുള്ളത്. വേറെ അമിത കീടനാശിനിയൊന്നും ഉപയോഗിക്കാറില്ല. ഒന്നാമത് നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വിപുലമായ തോതിലൊന്നുമില്ല എങ്കിലും ഒരു ചെറിയ തോതിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കെട്ടിപ്പറഞ്ഞിട്ട് പോയിട്ട് ഇത് നീളം വഴുതനയാണ്. ഇത് നീലം വഴുതനയാണ്. ഇത് വെള്ള സൈസ് വഴുതനയാണ് ഈ ഒരു ഐറ്റം. ഇതിന് ഇതേപോലെ ഒരു വാട്ടം ഇതാണ്ടോ. ഇതെല്ലാം ഇതൊരു ഫംഗസിൻ്റെ ഇതാണ് വാട്ടം, ദ്രുതവാട്ടം. ഇത് വന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. സ്യൂഡോമോണസ് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ തളിക്കാറുണ്ട്. ഇങ്ങനെ ഈ എറുമ്പാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം. ഇത് ഇങ്ങനെ നാടൻ തക്കാളിയാണ്. അവിടെ ഉണ്ട് 20 മൂട് നാടൻ തക്കാളി നട്ടിട്ടുണ്ട്. അതിനും ഈ ഫംഗസിൻ്റെ അസുഖം നല്ല തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്യൂഡോമോണസും അടിച്ചിട്ടും മാറുന്നില്ല എന്ന് വേണം പറയാൻ. ഇപ്പം ഇന്നലത്തെ മഴയത്ത് കാറ്റടിച്ചപ്പം ഒന്നായി മറിഞ്ഞിരിക്കുകയാണ്. ഇനി അതെല്ലാം കുറ്റിയടിച്ച് കെട്ടി പന്തൽ പോലെ ആക്കി വൃത്തിയാക്കിയാൽ മാത്രമേ അത് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം കിട്ടുള്ളൂ. ഇത് നാടൻ മുളകാണ്. ഇതും കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ്. കുഴപ്പമെന്നത് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇതിന് പുല്ലെല്ലാം പറിച്ച ശേഷം ചാണകം ഗോമൂത്രമൊക്കെ ആയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് തളിക്കണം. അതിന് പുല്ലെല്ലാം എടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് ആവുള്ളൂ. പാടത്ത് പണി കാരണം ഇതിലേക്ക് വേണ്ട പോലെ ശുശ്രൂഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കാട് കോട്ടിയ പോലെ കിടക്കേണ്ടത്. ഇനിയിപ്പോൾ നാളെ നടിയിലാണ്. ആ നടിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പച്ചക്കറിയിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള ഇതാണ്. ഇതിങ്ങനെ 1 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് ഇത് കഴിഞ്ഞ് ലെവലാക്കി ഇട്ടിരിക്കുകയാണ്. നാളെ മെഷീനാണ് നടിയിൽ.
ഇതിങ്ങനെ ഇത് ചൊരങ്ങിയാണ്. ഇത് ഒരു 4 മൂട് നട്ടിട്ടുണ്ട്. അത് നട്ടിട്ട് 2 മാസം കഴിഞ്ഞു. അപ്പം പടർന്നുകൊണ്ടിരിക്കും. ശിഖരങ്ങളൊക്കെ വന്ന് പന്തലിച്ചാൽ ഇവിടെ ജവനെയൊന്നും എടുത്തോ, പച്ചക്കറി കാക്കണവനാണ് പറഞ്ഞിട്ട്. പോടാ, അവിടെ പോ. മയിലും പെണ്ണെല്ലാം വരുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് ആട്ടിവിടാനല്ലേ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം നീ ഇവിടെ ഷൈക്കൻ്റെ എന്ന് കൊണ്ട് നിന്നാൽ മതിയോ? ഇവിടെ കേട്ടോ, ഇവിടെ നോ. കുറച്ച് കഴിഞ്ഞ ശേഷം നിന്റെ പരയിലേക്ക് കൊണ്ടുവരും. എന്താ ഷൈക്കൻ്റെ. ഇത് അരിമുളകാണ്, വെള്ള അരിമുളകാണ്. ഇത് കറി ആവശ്യത്തിനും അതുപോലെ കൊണ്ടാട്ടം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. നാടൻ അരിമുളകാണ്. ഇതിൽ ഈ പറയുന്ന ഒരു പ്രയോഗങ്ങളും ചെയ്യാറില്ല. അതിവിടെ വേണം. ഈ പറമ്പിൽ വാഴയ്ക്കും മറ്റൊക്കെ വളരുന്നതിനനുസരിച്ച് നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഈൽഡ് കിട്ടുന്നുണ്ട്. ഇത് വെള്ളരിമുളകാണ്. നാടൻ ശരിക്ക് നമ്മൾ തനിയെ മുളച്ചുണ്ടായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് നല്ല എരിവുണ്ടാവും. ഇത് ഒരു കിലോയ്ക്ക് 400 രൂപ വരെ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുത്താൽ കിട്ടും. വെറുതെ കടയിൽ കൊണ്ട് കൊടുത്താൽ കിട്ടില്ല. ഇത് ഷുഗർ, പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് അരിമുളക് നല്ല രീതിയിലുള്ളൊരു ഭക്ഷ്യവസ്തുവാണെന്നാണ് പറയണത്. ഇത് ചേന 25 മൂട് ചേന നട്ടിട്ടുണ്ട്. അതിൽ ഏറെക്കുറെ ഒരു 20 മൂടോളം പിടിച്ചു കിട്ടി. ഇതൊക്കെ പല വലിപ്പത്തിലാണ് ഓരോ മണ്ണിൻ്റെ അനുസരിച്ചൊക്കെ. ഇത് കൊക്കോ. ഇത് നട്ടിട്ട് ഒരു 8 വർഷം പ്രായമായിട്ടുള്ള മരങ്ങളിൽ നിന്നാണ്. ഒരു 100ഓളം മരത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 80 മരം പിടിച്ച് കിട്ടി, കായായി. ഇതിപ്പം ഒരു കഴിഞ്ഞ വർഷം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 1000-ൽ മോള് കിലോയ്ക്ക് ഇതിൻ്റെ ഈ പരിപ്പിന് വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ ചുരുങ്ങിപ്പോയി. ഇപ്പോൾ 300-ൻ്റെ അടുത്ത് മാത്രമാണ് വിലയുള്ളത്. കുറേ ആൾക്കാർ വില ഡൗൺ ആയപ്പം കവുങ്ങിനും തെങ്ങിനും എലികളുടെ ശല്യം എന്ന നിലയ്ക്ക് പലവരും വെട്ടി നശിപ്പിച്ച് കളഞ്ഞു. ആ കൂട്ടത്തിൽ ഞാനും കുറേ വെട്ടി വിട്ടു. പക്ഷേ എന്നിരുന്നാലും കുറച്ച് കൊക്കോ മരങ്ങൾ ബാലൻസ് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നോക്കാനും അതുപോലെ വീട്ടിൽ മക്കളൊക്കെ വരുമ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ അവർ ഇത് പിന്നെ കുരുവെടുത്ത് കൊണ്ടുപോകും. കാര്യമായിട്ട് കാഡ്ബറീസ് ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അത് നമ്മളെ കൊണ്ട് അവർ വിലയുള്ള സമയത്ത് നോക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല. 2 വർഷം മുമ്പുള്ള കൊടിയ വരൾച്ചയിൽ ഏറെക്കുറെ കൊക്കോ മരങ്ങൾ മുഴുവൻ നശിച്ചുപോയി. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ വർഷം 1200-1000 രൂപ വരെ വിലയുണ്ടായിരുന്നു. അതിപ്പോൾ പോയി. ഇപ്പോൾ മാർക്കറ്റ് 300-ലെത്തി. 300-ലാണ്. ഇപ്പോൾ അടുത്ത് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മണർക്കാട് കടയിൽ കൊണ്ട് കൊടുത്ത് 300 രൂപ തോലാണ് കൊടുത്തത്. ഇത് കൂണ് സ്ഥിരമായിട്ട് നമുക്ക് ഒരു 15-20 ദിവസം കൂടുമ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള കൂണാണത്. ഇത് മിക്കവാറും ഞങ്ങളുടെ പറമ്പിലും പാടത്തുമായിട്ട്, ഇത് പാടപറമ്പിലാണ്, നെൽവരമ്പിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. താഴെ തെങ്ങിൻ തോപ്പിലെല്ലാം ഇതേപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറെക്കുറെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു 15 ദിവസം കൂടുമ്പോൾ കിട്ടും. മഴ ശക്തമായി മണ്ണ് തരിച്ച് കിടക്കുന്ന സമയത്തുണ്ടാവില്ല. ചെറിയ തോതിലൊരു വെയിലിൻ്റെ ചൂട് തട്ടുമ്പം ഇത് തനിയെ മുളച്ച് ഇതേപോലെ മോവായി വരും. ഇതിന്ന് കാലത്ത് കണ്ടപ്പം ചെറുതായിരുന്നു. ഇപ്പോൾ ഒരു 3 മണിയായപ്പോഴേക്ക് കുറച്ചുകൂടെ വലുതായി. ഇന്ന് പറിച്ചില്ലെങ്കിൽ നാളേക്ക് പാടെ വിരിഞ്ഞ് നാശമായിപ്പോകും. അപ്പോൾ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഇതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്ത് താമസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ പാടത്തും പറമ്പിലുമായിട്ട് തന്നെ
എല്ലാ തരത്തിലുള്ള ജീവിത ഉപാധികളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ദിവസവും നമ്മൾ പാടത്തും പറമ്പത്തും ഇത് നടന്നുകൊണ്ട് നോക്കിയാൽ മാത്രമേ ഇത് കാണുകയുള്ളൂ. ഇത് 24 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് വിരിഞ്ഞ് നാശമായിപ്പോകും. പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലുള്ളൂ. അപ്പോൾ ദിവസവും പാടപറമ്പത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കാണാനും ഇത്തരം കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് കിട്ടുമ്പോൾ എൻ്റെ മക്കളെല്ലാം 4 ചുറ്റുപാടുമൊക്കെ ഉണ്ടാവും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടി വാഹനമെടുത്ത് വന്ന് കൊണ്ടുപോകും. പിന്നെ എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഇത് ഒരു 10-20 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഈ പാടപറമ്പിൽ നമുക്ക് ഇത്തരം ഒരു സംവിധാനം ലഭിക്കുന്നതാണ്.